ഗുഡ് മോർണിംഗ് ഗൈസ്, ഞാൻ നിങ്ങളുടെ ട്രാവൽ ബ്രോ പ്രതീഷ്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൊല്ലങ്ങളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം എന്നുള്ളത്. അത് വർഷങ്ങളായി, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് 12 വർഷത്തോളമായി. ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിന് സാധിച്ചത്. അന്ന് മുതലേ ഉള്ള ആഗ്രഹമാണ്. ഞങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു മൈസൂര്, കൊടൈക്കനാല്, അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങള് ഓരോ വഴിക്കൊക്കെ പോകുമ്പോൾ അകലം വഴിയുള്ള റോഡുകളൊക്കെ കാണുമ്പോൾ നമുക്ക് എങ്ങനെ അകലേക്ക് പോകാൻ പറ്റുക എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ ഇങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ച് ഞങ്ങൾ തീരുമാനം എടുത്തു, എന്തായാലും ഓൾ ഇന്ത്യ കറങ്ങാം. അപ്പൊ അതുപോലെ തന്നെ ഈ ഓൾ ഇന്ത്യ കറങ്ങുമ്പോഴുള്ള ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഞങ്ങൾ നോക്കിയപ്പോൾ വണ്ടിക്ക് വേറെ വലിയ നിബന്ധനകളും കാര്യങ്ങളും ഇല്ലാത്തതും, അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് പാസ്പോർട്ട് മാത്രം ഉണ്ടായാൽ പോകാൻ പറ്റുന്നത് നേപ്പാളും ഭൂട്ടാനും ഒക്കെ പോകാൻ പറ്റും എന്നുള്ളതാണ് മറ്റുള്ള കുറേ വീഡിയോകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം ഞങ്ങൾ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രിപ്പിൽ നേപ്പാളും ഭൂട്ടാനും അങ്ങനെ ഓൾ ഇന്ത്യ ഒന്ന് കറങ്ങിയടിച്ച് വരിക. ഓൾ ഇന്ത്യ കറങ്ങിയടിച്ച് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര ദിവസം വരും, എങ്ങനെയാണ് എന്നുള്ളതും കറക്റ്റ് നമുക്ക് പോയാൽ തന്നെയാണല്ലോ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ സ്ഥലങ്ങൾ, അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്ത് പോയി അവിടെ ഒരാഴ്ച താമസിച്ച് അങ്ങനെയില്ല. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും കാണാനുള്ള ചുരുങ്ങിയ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ പോകുന്ന വഴിയിലൂടെ അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഉള്ളിലേക്ക് പോയി നീങ്ങി കുറെ കണ്ടു അങ്ങനെയില്ല. ഒരു സ്ഥലത്ത് കുറെ ദിവസങ്ങളോളം സ്പെൻഡ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. പോകുന്ന വഴിക്ക് എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും മാത്രം കണ്ട് തിരിച്ചു വരാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫസ്റ്റ് ഒരു സംരംഭമാണ് ഇത്ര ലോങ് യാത്ര. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ മമ്മി ചേട്ടൻ്റെ അടുത്തേക്ക് ഗൾഫിലേക്ക് പോയിക്കാണ്. പിന്നെ മുത്തിനെയാണെങ്കിൽ ഞങ്ങൾ നിതയുടെ വീട്ടിൽ സ്കൂളിൽ നിന്ന് അവനെ കൊണ്ടുവരുന്നത് നിതയുടെ വീട്ടുകാർ അങ്ങോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. അതിപ്പോൾ 1 മാസം 1.5 മാസം എത്രയായി കഴിഞ്ഞാലും അവിടെ നിന്ന് വണ്ടി ഏർപ്പാട് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളും സംഭവമൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ആക്ച്വലി ഉള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പോകാനുള്ളൊരു ടൈം ഒത്തു വന്നത് ഈ സമയത്താണ്. അപ്പോൾ ഇങ്ങനൊരു സന്ദർഭം കിട്ടിയിട്ട് നമ്മൾ പോയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്നു ഇനി നമുക്ക് അത് പോകാനേ പറ്റില്ല എന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എത്രത്തോളം പോകാൻ പറ്റുമെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഞങ്ങൾ പോകാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളും കൂടി ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ ഇപ്പോൾ പോകുന്ന വണ്ടിയെ പറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. പിന്നെ ഞങ്ങളുടെ ലഗേജ് കാര്യങ്ങൾ, ഞങ്ങൾ ലഗേജ് എന്ന് പറഞ്ഞ സംഭവം ഒരു 10 ജോഡിയോളം ഡ്രസ്സുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു 8 ജോഡി ടീഷർട്ടും അതുപോലെ തന്നെ ഒരു 6 ജീൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 10 ജോഡിയുടെ അടുത്തുണ്ടാവും. പക്ഷെ നമുക്കിപ്പോ എന്നും ഡ്രസ്സ് മാറണം. നമ്മൾ കൂലിപ്പണിക്കൊന്നല്ല പോകണം. എന്നും ഡ്രസ്സ് മാറണം. വണ്ടിയുടെ ഇരിക്കലല്ലേ കൂടുതലും. ഹോട്ടലിൽ എടുക്കണെങ്കിൽ റൂം എടുക്കുകയാണെങ്കിൽ അന്നേരം വാഷ് ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതൊക്കെയാണ് വിചാരം. നമുക്ക് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വേറൊരു കാര്യം, ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോട്ടലെടുത്ത് താമസിക്കുമ്പോഴൊക്കെ ഒന്നാമത് റെന്റ് നമ്മൾ ചുരുങ്ങിയ സമയം സ്പെൻഡ് ചെയ്യാൻ തന്നെ നമുക്ക് 10,000-2,000 രൂപ മിനിമം വരുന്ന റൂമുകൾ എടുത്ത് നമ്മൾ പൈസ കളയണതും, അതുപോലെ തന്നെ ടൈം നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞാൽ ഇറങ്ങാൻ എന്തായാലും പിറ്റേ ദിവസം രാവിലെ ഇറങ്ങുകയാണെങ്കിൽ ഒരു 10 മണി വരെ അങ്ങനെ ടൈം പോക്ക് കണ്ടമാനം വരും. അപ്പോൾ രാത്രിയൊക്കെ ഓടിക്കാൻ സാഹചര്യമുള്ള സമയത്ത് ഓടിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരുപാട് ആൾക്കാരുടെ സജഷൻസ് കേട്ടു. കുറേ ആൾക്കാർ പേടിപ്പിക്കുന്ന സംഭവങ്ങളൊക്കെ പറയണത്. എന്നാലും അതൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യാനില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ എടുക്കണുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ എന്ന് ഞങ്ങൾ വിചാരിച്ചാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ XUV അല്ല നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇത്രയൊരു ലോങ് ട്രിപ്പ് പോകുമ്പോൾ XUV ആണെങ്കിൽ ഇപ്പോൾ ഒരു 5 കൊല്ലത്തോളം പഴക്കമായിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ പുതിയത് എടുത്തിട്ടുള്ളത്. അത് തന്നെയല്ല, 2 പേരാണ് ഉള്ളൂ. ഡീസലിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ XUV എടുക്കണതിൻ്റെ ഒരു പകുതി പൈസയാണ് നമുക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളൂ സ്വിഫ്റ്റ് ആണെങ്കിൽ. പിന്നെ 2 പേരാണുള്ളൂ. പിന്നെ ലഗേജ് ഇപ്പോൾ ആകെ 2 ബാഗും ഒരു 20 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ഒരു ഇത് മാത്രം 2-3 ചെരുപ്പ് ഇത്രയൊക്കെയാണുള്ളൂ. അല്ലാണ്ട് വേറെ യാതൊന്നുമില്ല. അപ്പോൾ പിന്നെ ലഗേജും ഇല്ല.
പിന്നെ കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ടാവും എന്തായാലും എന്ന് പറയുന്നുണ്ട്. അത് എന്താ പറയുക, ഹിമാലയത്തിലൊക്കെ എത്തുമ്പോഴാണല്ലോ, അല്ലെങ്കിൽ ലേ ലഡാക്കൊക്കെ എത്തുമ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ അതുവരെ നമുക്ക് ഇത്ര നല്ല ഹൈവേ കൂടെ പോകുമ്പോൾ സ്വിഫ്റ്റ് ആയാലും മതി, കംഫർട്ടാണ് സ്വിഫ്റ്റ്. നമ്മൾ ഒരുപാട് സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. പിന്നെ അത് മാത്രമല്ല സ്വിഫ്റ്റ് പുതിയ വണ്ടിയാണ്, പിന്നെ ഓട്ടോമാറ്റിക്കും കൂടിയാണ്. അപ്പം ഇതൊക്കെ ആണെങ്കിലും കൈകാര്യം ചെയ്യാൻ കുറച്ചുകൂടി ഒന്ന് ഈസി ആയിരിക്കും സ്വിഫ്റ്റ് ആകുമ്പോൾ. അപ്പോൾ അതാണ് അതിൽ പിന്നെയുള്ളൊരു സ്വിഫ്റ്റ് എടുക്കാനുള്ളൊരു അട്രാക്ഷൻ കാരണമായത്. കുറച്ച് പെട്ടെന്ന് നമുക്ക് പനിയോ ജലദോഷമോ ഛർദിയോ അല്ലെങ്കിൽ തലകർക്കോ അങ്ങനെയുള്ള സംഭവത്തിന് വേണ്ട അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ക്യാമറ, ചാർജർ, പിന്നെ ഞങ്ങൾ എടുത്തിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആധാർ കാർഡോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ എന്താ പറയുക നമ്മളുടെ പാസ്പോർട്ടോ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ ആ വക സംഭവങ്ങൾ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ എല്ലാ ഒറിജിനൽ പേപ്പേഴ്സും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് പറയാനുള്ളത്? പിന്നെ വണ്ടിയുടെ ഞങ്ങൾ സ്റ്റിക്കർ വർക്ക് കുറച്ച് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പോണ വഴിക്ക് അത് പയ്യൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെയ്തായിരുന്നു, അത് ഫുള്ളായില്ല. അപ്പോൾ ചെറിയ സ്റ്റിക്കറാണ് ഇപ്പോൾ അടിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി വലുതാക്കി അടിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് നിർത്തണം, 10 മിനിറ്റത്തെ കേസുള്ളത്. അത് കഴിഞ്ഞ് നേരെ ഇന്നത്തെ യാത്ര നമ്മൾ അപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേക്കൽ കോട്ട എത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബേക്കൽ കോട്ട എത്തുന്ന സമയം എപ്പോഴാണെന്ന് നോക്കിയിട്ട് അതിനെ തുടർന്ന് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുമോ അങ്ങനെയാണെന്ന് നോക്കി ഓരോ എപ്പിസോഡ് 1 by 1 അങ്ങനെയായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്. എല്ലാവരും വീഡിയോ എപ്പിസോഡ് 1 മുതൽ കണ്ടിന്യൂസ് കാണണം. അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പം നല്ല നല്ല കമൻറ്റുകൾ എല്ലാവരും ഇടുക. അപ്പോൾ ഞങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടും. നിങ്ങൾ നെഗറ്റീവൊക്കെ അടിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളും കൂടി ഒന്ന് തളർന്നു പോകും. അപ്പോൾ എന്താ പറയുക, നെഗറ്റീവ് നെഗറ്റീവ് ഇഷ്ടമല്ല. അല്ല, നമ്മളെല്ലാം പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കണം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ ഇട്ട് തരിക, ഞങ്ങളെ എൻകറേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മളുടെ റൂട്ട് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ കാസർഗോഡ് ബേക്കൽ കോട്ട ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതാണ്. പിന്നെ അവിടുന്ന് നമ്മൾ ഗോവ, പിന്നെ അവിടുന്ന് മുംബൈ വഴി നേരെ നമ്മൾ പോണത് ഏതാ സ്ഥലം? സൂറത്ത്, ഗുജറാത്ത്. ഗുജറാത്തിൽ നിന്ന് ഞങ്ങള് രാജസ്ഥാനിൽ നിന്ന് ഇവിടെ താജ്മഹൽ കാണാനായിട്ട് ആഗ്രയിൽ നിന്ന് ഡൽഹിയിൽ നിന്ന് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, അങ്ങനെ മണാലി, ലേ ലഡാക്ക്, ശ്രീനഗർ. ലേ ലഡാക്കാണ് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ട ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലങ്ങളിൽ ഒന്ന്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഉള്ള കാഴ്ചകൾ കാണാം എന്നല്ലാണ്ട് എല്ലായിടത്തും കയറി ഒരേ ദിവസം ചെലവഴിച്ച് അങ്ങനെയില്ല. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം പോയിട്ട്. ബാക്കി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അവതാളത്തിലാവും. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മള് കാർഗിൽ കൂടിയിട്ട് ശ്രീനഗർ, ജമ്മു വഴി പത്താങ്കോട് നേരെ താഴ്ത്തിക്കണം. പിന്നെ ഡൽഹിയിലേക്ക് എത്തുമെന്ന് അറിയില്ല. മുത്ത് ഇവിടെ വഷളാക്കുവാണെങ്കിൽ ഞാൻ ഡൽഹിയിൽ ഇറങ്ങി വല്ല ട്രെയിനോ ഫ്ലൈറ്റോ പിടിച്ച് അവൻ കുഴപ്പമില്ലാന്ന് പറയാണെങ്കിൽ ഞങ്ങൾ അവിടെ നേപ്പാളിലേക്ക് പോകണം, ഭൂട്ടാനിലേക്ക് പോകണം, അവിടെ നേരെ കേരളത്തിലേക്ക് തിരിച്ചു വരണം. അപ്പൊ ഞങ്ങൾ പിന്നെ നോർത്ത് ഈസ്റ്റ് ഞങ്ങള് സെലക്ട് ചെയ്യുന്നില്ല. നോർത്ത് ഈസ്റ്റിലേക്ക് ഞങ്ങൾക്ക് പോകാൻ വലിയ താല്പര്യമില്ല. അവിടെ ഞങ്ങൾ കണ്ട വീഡിയോസിലൊക്കെ ആൾക്കാർ പറയുന്ന അവിടെ റോഡ് നല്ലതല്ല, ഭക്ഷണം നല്ലതല്ല, പിന്നെ ഒന്നും കാണാനില്ല. പിന്നെ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വെറുതെ പോകുന്നതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്നുള്ളൊരു തോന്നൽ കാരണം ആ സൈഡിലേക്ക് ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചു. അതായത് മേഘാലയ, മണിപ്പൂര്, നാഗാലാൻഡ്, മിസോറാം അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ബാക്കി കാര്യം വണ്ടി കയറിയിട്ട് സംസാരിച്ച് പോവാം. ഓക്കെ, അപ്പോൾ വായോ. അപ്പോൾ ഇത്ര ലോങ് പോകുമ്പോൾ സാധാരണ എല്ലാവരും നമ്മൾ XUV ആണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി ഫസ്റ്റ് നമ്മൾ സ്വിഫ്റ്റിന് പ്രയോറിറ്റി കൊടുത്തിരിക്കുകയാണ്. നമ്മൾ യാത്ര തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ സ്വിഫ്റ്റിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ബോണറ്റുമിലൊക്കെ ഒരു ഇന്ത്യയുടെ സ്റ്റിക്കർ, അതുപോലെ സൈഡിലൊക്കെ ഒന്ന് ഒട്ടിക്കണം. അപ്പോൾ അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഇത് അപ്പോൾ എല്ലാ കാര്യങ്ങളും സെറ്റല്ലേ? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് പോവല്ലേ. ഇനി തിരിച്ച് എവിടെയെങ്കിലും എത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എല്ലാം എടുത്തു വെച്ചിട്ടില്ലേ?
എന്റെ അത് പറഞ്ഞപ്പോ ഒരു മൂളരെ അറിയില്ല, ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ആണ് മൊത്തം. എന്തായാലും എടുത്തു വെച്ചിട്ടുണ്ടാവും വിചാരിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് വല്ല സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ വഴിയിൽ നിന്നായാലും മേടിക്കാം. അതന്നെ. അപ്പോ ഞങ്ങള് യാത്ര തുടങ്ങുകയാണ്. നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും സ്പീഡിൽ അങ്ങനെ പോവാം. ക്യാമറ ഉള്ളിടത്ത് ചവിട്ടാം, ബാക്കിയുള്ളടത്ത് ഒരു സ്പീഡിൽ പോവാം. പിന്നെ വണ്ടി നമുക്ക് ചെറുപ്പം മുതലേ ഒരു ക്രൈസാണ്. നമ്മൾ വണ്ടി സ്പീഡിൽ പോകാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ യാത്രയിൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത സ്ഥലത്ത് നമുക്ക് സ്പീഡിൽ പോകാം, അല്ലാത്ത സ്ഥലത്തൊക്കെ മെല്ലെ പോവാം. നമ്മുടെ പൂങ്കുന്നം പാലം കയറി നമ്മൾ കുന്നംകുളം റോഡിലേക്ക് പോകുന്നു കേട്ടോ. നമുക്ക് ആദ്യം ഡീസൽ അടിക്കണം. പുഴയ്ക്കപ്പാടത്ത് സ്പീഡ് ക്യാമറ ഉണ്ട് കേട്ടോ. നമ്മുടെ കേരളം വിടുന്ന വരെ എന്തായാലും ഫുള്ള് സ്പീഡ് ക്യാമറകൾ ഉണ്ടാവും. പിന്നെ വഴികളും പൊട്ടയാവും. അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വഴി കുഴപ്പമില്ല എന്നുള്ളതാണ് നമ്മുടെ വീഡിയോകളിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുള്ള കുറേ ആൾക്കാരുടെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകുകയും ചെയ്യുന്നത്. നമ്മളൊരല്പം നേരം വൈകിയോ എന്നൊരു സംശയം ഉണ്ട് കേട്ടാ. ഇല്ല, നമുക്ക് അടച്ചു പോവാം, വേറെ ഒന്നും. പിന്നെ ഇതിന്റെ വേറൊരു തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കായാലും ഇതൊക്കെയായാലും ഇംഗ്ലീഷോ ഹിന്ദിയൊന്നും വലിയ കാര്യമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. തിരിച്ച് അങ്ങോട്ട് അല്ലറ ചില്ലൊക്കെ തട്ടിമുട്ടി നിൽക്കാനുള്ള സംഭവങ്ങൾ അറിയാമെന്നല്ലാണ്ട് രണ്ടുപേരും ഫ്ലുവൻ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് ഭാഷ അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നമുക്ക് എന്തായാലും വഴിയെ കാണാം. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ എന്തുണ്ടാവും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലാണ്. മൊബൈലിലുള്ള വഴിയും കാര്യങ്ങളും സംഭവങ്ങളും ഇന്നത്തെ കാലം ടെക്നോളജി വർദ്ധിച്ചത് കൊണ്ട് നമ്മൾ അതിനെ ആശ്രയിച്ച് മാത്രമാണ് പോണത്. പിന്നെ ഒരുപാട് വീഡിയോകൾ നമ്മൾ പല ആൾക്കാരുടെ യാത്ര ചെയ്തിട്ടുള്ളതിന്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നുള്ള ഓരോരോ ചെറിയ ചെറിയ ക്ലൂകളും കിട്ടിയിട്ടുള്ളത് കൊണ്ടൊക്കെയാണ് നമ്മൾ ഈ യാത്രയ്ക്ക് ഒരുങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവും ഇതിനെ കുറിച്ചില്ല. ആകെ ഞാൻ വണ്ടി ഓടിച്ച് പോയിട്ടുള്ളത് ഗോവ വരെ പോയിട്ടുണ്ട് ഇതിന് മുന്നേ. പിന്നെ അതുപോലെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ സൈഡ് വരെ പോയിട്ടുണ്ട്. അതിൽ കൂടുതൽ വണ്ടി ഓടിച്ചിട്ട് എവിടേക്കും പോയിട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയാ, അങ്ങോട്ട് പോവന്നെ. ബാക്കിക്ക് വരണോടത്ത് വെച്ച് കാണാം. നിങ്ങളുണ്ടല്ലോ, നമുക്ക് ഒരുമിച്ച് അല്ല, നമുക്ക് ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാലോ. അങ്ങനെ പറഞ്ഞ ഫുഡ് എല്ലാ സ്ഥലത്തും ഇപ്പൊ എന്തോരം ആൾക്കാര് എന്താ പറയാ സംസാരിക്കാൻ പറ്റില്ലാത്ത ആൾക്കാർ എന്തോരം ആൾക്കാര് യാത്ര ചെയ്യണം. അവരിപ്പോ ഭാഷ അറിഞ്ഞിട്ടാണോ അവരെല്ലായിടത്തും പോകണില്ലേ? അത്ര മാത്രം തന്നെ നമുക്ക് അങ്ങോട്ട് പോവന്നെ. ഞങ്ങളുടെ വീഡിയോ ഭാഷ അറിയാത്തവർക്ക് യാത്ര ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാവട്ടെ. റിലയൻസിന്റെ പെട്രോൾ പമ്പ് ഇവിടെയാണ് ഏറ്റവും നല്ല ഡീസൽ കിട്ടുന്നതെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമ്മൾ റിലയൻസിന്റെ ഉള്ളിൽ കയറി ഒരു ഫുൾ ടാങ്ക് അടിച്ച് പോകാം. ഇനിയിപ്പോ എപ്പോഴും ഡീസൽ അടിക്കാൻ നിൽക്കണ്ടല്ലോ. അത് മാത്രല്ല മൈലേജ് അറിയാൻ വേണ്ടിട്ട് നമുക്ക് മൈലേജും കാര്യങ്ങളും വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളും ഒക്കെ പറയാട്ടോ. ഞങ്ങള് ഈ ഓട്ടത്തിൽ നമ്മൾ ഓടി വരുമ്പോൾ സ്വിഫ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ള സംഭവം കാര്യങ്ങളും എല്ലാം നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ നമ്മള് ഡീസൽ ഫുള്ളാക്കി വീണ്ടും യാത്ര തുടങ്ങുകയാണ് കേട്ടോ. ഇനി നമുക്ക് വെച്ചടിച്ചുകൊണ്ട് പോവാം. ഇനിയിപ്പോ നേരെ കുന്നംകുളത്ത് നിന്ന് നേരെ ചങ്ങരംകുളം, അവിടുന്ന് എടപ്പാള്, പിന്നെ അവിടുന്ന് നേരെ മാഹി, അങ്ങനെ നമ്മൾ നേരെ കാസർഗോഡ്. അങ്ങനെയാണ് വഴി കേട്ടോ. അപ്പോ വഴി കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം. അമല ഹോസ്പിറ്റലിൽ എത്തി. ഞങ്ങള് രാവിലെ ചായ കുടിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങള് ചായ വേണ്ടാന്ന് വെച്ചു. ഞങ്ങളൊരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ള എന്താ വെച്ചാൽ ഒരു 10-12 മണി ആവണോട് കൂടിയിട്ട് 12 മണി ആവണോട് കൂടിയിട്ടേ നേരെ ഒരു ഭക്ഷണം അങ്ങോട്ട് കഴിക്കാം. അപ്പൊ ആ ഒരു ഭക്ഷണത്തിൽ അങ്ങോട്ട് അവസാനിപ്പിക്കാം. ചായ കുടിയും പിന്നെന്താ പറയാ ഉച്ചക്കലത്തെ ഫുഡും കൂടി ആകുമ്പോൾ ഹെവിയാവും. അപ്പൊ ചായ വേണ്ട, കുറച്ച് കഴിയുമ്പോൾ ഒരു ഫുഡാ കഴിക്കാം കേട്ടോ. ഗ്ലാസ് വെച്ചു. നമ്മളെ ഇത്ര ലോങ് പോണതല്ലേ, അപ്പൊ വെയിലൊക്കെ അടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കണ്ണിന്റെ പണി കഴിയും. അല്ലെങ്കിൽ തന്നെ കണ്ണ് ഏത് സമയം തുറന്നിരുന്ന് ഏറ്റവും ഫസ്റ്റ് പണി കിട്ടുന്ന ഒരു സാധനം കണ്ണാ. കണ്ണിനെ സേഫ്റ്റി ആയിട്ട് വെക്കുക. ഗ്ലാസ് ഊരാൻ ഉദ്ദേശിക്കണില്ല. ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പൊ സൈഡിലൊരു തുണ്ട് ഗ്യാപ്പ് പോലും ഇല്ല. അപ്പൊ നല്ല ടൈറ്റ് ആയിട്ട് അങ്ങോട്ട് നിന്നോളൂ. അപ്പൊ ഗ്ലാസ് ഇനി ഊരാനില്ല കേട്ടോ. പോസിന് വെക്കണതല്ല കേട്ടോ അത്. അങ്ങനെ ആരും ചിന്തിക്കണ്ട, സേഫ്റ്റിക്കാണ്. അങ്ങനെ നമ്മൾ കുറെ കാലത്തേക്ക് തൃശ്ശൂരിനോട് വിട പറയാണ് കേട്ടോ. എന്താവുമോ എന്തോ, എല്ലാം സക്സസ് ആവുമായിരിക്കും അല്ലേ ഇത്? അല്ല, ആകെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്ക് മൊത്തം. എന്താവോ എങ്ങനെയാവോ യാത്രകള് ഒന്നും അറിയില്ല. 12 കൊല്ലമായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം നടന്നത് ഇപ്പോഴാണ് എന്ന് പറയുമ്പോൾ അത് എല്ലാം നടക്കാൻ അതിനൊരു സമയമുണ്ട്. ആ സമയത്തേ നടക്കുള്ളൂ. അപ്പൊ ഇതൊക്കെ നടക്കും. ഇത് നടക്കാണ്ട് എവിടെ പോകാനാ? അതുപോലെ തന്നെ ഞാന് ഡൽഹി വരെയുള്ള മാപ്പാണ്, റൂട്ട് മാപ്പാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. ഒരു ദിവസം കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കിയതാണ്. ഡൽഹി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പിന്നെ ഒന്നും നോക്കിയിട്ടില്ല. ഞങ്ങള് ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോവാന്നാണ്. പല ആൾക്കാരും പറയുന്നുണ്ട് പല സ്ഥലത്തും ഗൂഗിൾ മാപ്പ് കിട്ടില്ല എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ലിസ്റ്റ് എഴുതി ഉണ്ടാക്കി, ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ആണ് പോകണ്ടേ എന്നുള്ളത്. പിന്നെ അത് നോക്കി ഗൂഗിൾ ഇട്ടാൽ മതിയല്ലോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. റേഞ്ച് എല്ലായിടത്തും നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ കേട്ടു ജമ്മു കാശ്മീര് ആ ഒരു ഭാഗത്തേക്ക് മൊബൈലിന് റേഞ്ചോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ കേട്ടു. അപ്പൊ നമുക്ക് ഡൽഹിയിൽ വെച്ച് തന്നെ ബാക്കിയുള്ള ഡൽഹി എത്തണ്ട, ഇതിന് മുന്നേ നമുക്ക് എപ്പോഴും ഗ്യാപ്പുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് എഴുതാലോ. അപ്പൊ ഡൽഹി എത്തണമെങ്കിൽ ഡൽഹി എത്തിയിട്ടോ അല്ലെങ്കിൽ അതിന് മുന്നേ ആയിട്ട് ഞങ്ങള് അവിടുന്ന് അങ്ങോട്ടുള്ള റൂട്ട് മാപ്പ് തയ്യാറാക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഒരു പള്ളിയുടെ കുരിശ് കാണാനുണ്ട്, ആൽമരങ്ങൾ നിൽക്കുന്നുണ്ട്.
ദേ ഒരു അമ്പലം കണ്ടു. പിന്നെ ഇനി കുറച്ച് മുന്നിൽ തന്നെ ഒരു മോസ്ക് കൂടി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചൂണ്ടലെത്തുന്നതിലും മുന്നെയാണ്, അടുപ്പിച്ച് കാണുന്നതാണ്. കണ്ണൂർ നേരെ കോഴിക്കോട് നേരെ പോട്ടെ. ഗുരുവായൂർ. നമ്മൾ പോണെങ്കിൽ അങ്ങോട്ടേക്ക് പോകണം. സ്വിഫ്റ്റ് നമുക്ക് പവറിനൊന്നും ഒരു കുറവുമില്ല. അടിപൊളിയായിട്ട് വണ്ടി ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കയറിക്കോളും. പിന്നെ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഓടിക്കാനും നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് 100% തരുന്ന വണ്ടിയാണ് സ്വിഫ്റ്റ്. നമ്മൾ പല സ്ഥലത്തേക്കും വേറെ ലോങ് ഒക്കെ ഡ്രൈവ് ചെയ്തിട്ടുള്ളതാണ്, ഒരു കുഴപ്പമില്ല. കുന്നംകുളം, ഗുരുവായൂർ, കോഴിക്കോട്, പൊന്നാനി 35 കിലോമീറ്റർ. കണ്ണൂർ ബോർഡ് കാണാനില്ലല്ലോ. കണ്ണൂർ നേരെ കോഴിക്കോട് കോട്ടയ്ക്കൽ. അപ്പൊ നേരെ വീട് തന്നെ. ഇത് നമ്മുടെ കുന്നംകുളം ടൗണാണ്. ടൗണിൻ്റെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സിനിമ ഇട്ടിമാണി കുന്നംകുളത്തുകാരനാണല്ലോ മോഹൻലാൽ. അപ്പോൾ ആളുടെ സിറ്റിയാണ് കേട്ടോ. നമുക്കിത് കൂടി അങ്ങോട്ട് പോവാം, കണ്ണൂർ റോഡിലേക്ക്. കോഴിക്കോട് കണ്ണൂർ. പിന്നെ റോട്ടിൽ എല്ലാവരും തിരക്കുകാരാണ് കേട്ടോ. എല്ലാവരും അത്യാവശ്യക്കാരും തിരക്കുകാരാണ്. ആരും മെല്ലൊന്നുമില്ല. കുറച്ച് സ്ഥലത്തൊക്കെയാണ് നമ്മുടെ 4 ലൈൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഹോട്ടൽ ഉണ്ടെങ്കിൽ നോക്കാട്ടെ. ഇത് അതെ, രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം ഇപ്പൊ വിശപ്പായി കഴിച്ചിട്ട് പോവാം. അതുകൊണ്ട് ഹോട്ടൽ ബോർഡൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ ഒരു ബിരിയാണി അങ്ങോട്ട് മേടിച്ച് 2 പേരും കൂടിയിട്ട് കഴിച്ചു. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷമായിരുന്നില്ല. അപ്പോൾ അത് കാരണം വീഡിയോ ഒന്നും എടുത്തില്ല. കുഴപ്പമില്ല, ബിരിയാണി അങ്ങോട്ട് കഴിച്ചു, പകുതിച്ച് അങ്ങോട്ട് അടിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ കിട്ടാവുന്ന സ്പീഡിൽ അങ്ങടേക്ക് എത്താനുള്ള പരിപാടി നോക്കാം. പോലെന്നാ എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു അസുഖങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഒന്നുമില്ലാതെ തിരിച്ച് ആരോഗ്യത്തോടെ തന്നെ വരാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കണ്ണൂരും മാഹി കടൽ തീരത്തേക്കുള്ള റൂട്ട് സൂപ്പറാണ് കേട്ടോ. ഡ്രൈവ് ചെയ്യാൻ അടിപൊളി. തൃശ്ശൂരും ബേക്കൽകോട്ട ഒരു 250 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ബേക്കൽകോട്ട എത്താറായിട്ടുണ്ട്. 5 മണി. നല്ല മഴക്കാറുണ്ട്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാ. പാവി ചെല്ലുന്നതും പാതാളെന്നാണ് അങ്ങനെ എന്തോ പറയില്ലേ, ആ പറഞ്ഞോണ്ട് തന്നെയാണ്. നല്ല മഴക്കാറുണ്ട്. മഴ പെയ്തിട്ടില്ല. ഞങ്ങൾ കുടയൊന്നും കൈ പിടിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുട എടുക്കാമായിരുന്നു. കുട അവിടെ മാറ്റി വെച്ചതായിരുന്നു, വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. പിന്നെന്ന് വെച്ചാല് വീഡിയോ പിടിക്കാനായിട്ട് മഴ പെയ്യുവാണെങ്കിൽ വീഡിയോ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഒരു പ്രശ്നം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി പാർക്ക് ചെയ്യാൻ എവിടെയാണ് സ്ഥലം കിട്ടാന്ന് നോക്കാം. അപ്പൊ മഴ പെയ്തില്ലെങ്കിൽ വീഡിയോ കാണാം. മഴ പെയ്താൽ ബേക്കൽകോട്ട നമുക്ക് കാണാൻ പറ്റാണ്ടാവും. ഈ നിലയ്ക്കാണെങ്കിൽ മഴ പെയ്യുക. എന്തായാലും ഞങ്ങൾ ഓടി കയറി ഒന്ന് കണ്ടുവരട്ടെ, ഒറ്റ നോട്ടത്തിനുള്ളൊരു കാഴ്ച കേട്ടാ. അപ്പൊ എന്നാ അങ്ങോട്ടേക്ക് നീങ്ങാം. പാർക്ക് ചെയ്യട്ടെ, ഇവിടെ പാർക്ക് ചെയ്യാം, നിർത്തട്ടെ. അപ്പം നമ്മൾ ബേക്കൽകോട്ടയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ബേക്കൽകോട്ട നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നോക്കിയേ, വ്യൂ തന്നെ അടിപൊളിയാണ്. നല്ല ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. കടൽ വ്യൂ ആണ്, കടൽ വ്യൂ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ട എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വരുന്നത് ബേക്കൽകോട്ടയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരാം. അതിന്റെ പ്രത്യേകതകൾ എന്ന് വെച്ചാല് ഈ കോട്ട പണിതിരിക്കുന്നത് ഫുള്ളും വെട്ടുകല്ല് കൊണ്ടാണ് ഫുള്ള് പണിതിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതില് കൊറേ അറകളുണ്ട്. പിന്നെ നിരീക്ഷണ ഗോപുരങ്ങൾ കുറെ ഉണ്ട്. അതുപോലെ തന്നെ അടിയിൽ തുരങ്ക പാതകൾ. അങ്ങനെ വളരെയധികം സ്പെഷ്യാലിറ്റി ഉള്ളൊരു കോട്ടയാണ് ബേക്കൽകോട്ട. പിന്നെ ഈ കടലിന്റെ സൈഡിലായിട്ട് കോട്ട നിൽക്കുന്നതിന് മൊത്തം ചുറ്റി വലിയൊരു മതില് കെട്ടിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും വന്നോളൂ. എന്തായാലും ഇരുട്ടായി തുടങ്ങി. അപ്പോൾ മഴയും ചെറുതായിട്ട് ചാറുണ്ട്. ഞങ്ങൾ നീങ്ങാണ് കേട്ടോ. അതെ, ഞങ്ങള്
ബേക്കൽ കോട്ടയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ നല്ല മഴയാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പുറത്തേക്ക് ഇറങ്ങിയതും കാര്യങ്ങളൊക്കെ. നമ്മൾ വന്നപ്പോഴും അതേപോലെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, മഴയായിരുന്നു. അപ്പോൾ ഓടി വണ്ടി കയറി. പിന്നെ ഇപ്പോൾ ചെറുതായിട്ട് ഇപ്പോഴും മഴയുണ്ട്. അപ്പോൾ ഞങ്ങൾ ചാറി ചാറി നിൽക്കുക. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ സമയം ഒരു 9 മണിക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു ഫുഡ് കഴിച്ചാലോ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പറ്റുകയാണെങ്കിൽ ഇപ്പോൾ സമയം ഇതെല്ലാം ആയുള്ളൂ, ഒരു 12 മണി വരെ അല്ല നീതേ 12 മണിയാ, അല്ലെങ്കിൽ എങ്ങനെയാ ചോറക്കം വരുന്ന വരെ എന്തായാലും പോവാനുള്ള പരിപാടി. അത് വേറൊന്നും ഉണ്ടല്ല, കാരണം ഇവിടെ ഇപ്പൊ ഒരു ഹോട്ടലിൽ നമ്മൾ റൂം എടുത്ത് കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ഒരു എന്തായാലും ഇവിടുന്ന് പിന്നെ പോകുമ്പോ 11 മണിക്ക് ആവും. അപ്പൊ സമയം വെറുതെ നമുക്ക് വേസ്റ്റ് ആവും. ഉറക്കം വരണമെങ്കിലല്ലേ കിടന്നുറങ്ങിയിട്ട് കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ഇപ്പൊ രാത്രി ഡ്രൈവ് ചെയ്യാം. ഇനിയിപ്പോ അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഗോവയാണ്. അപ്പൊ ഗോവയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് 750 കിലോമീറ്റർ ആണല്ലോ, നല്ല ടൈം വേണം. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ നടന്നേക്കാൻ നല്ലൊരു കാര്യം ചെയ്താൽ വല്ല തട്ടുകട കണ്ടു കഴിഞ്ഞാൽ നിർത്തിയാലോ? അതായിരിക്കും നല്ല ഫുഡ് കിട്ടോ. ഞാൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വരാം. തട്ടുകട സൈഡിലാണെങ്കിൽ വെച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ മഴയത്ത് എനിക്ക് ഇറങ്ങി നിൽക്കുകയും വേണ്ട, പടയം കളഞ്ഞ് പണി കഴിഞ്ഞ് പോവാം. അല്ലെങ്കിൽ ഇനി അവിടെ ഹോട്ടലിൽ കയറി അതല്ലേ നന്നാവുക. അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട്. തട്ടുകട ദോശയോ ബീഫോ അല്ല, ഈ സ്ഥലമായതുകൊണ്ട് പറയാ ദോശ ചിലപ്പോ കിട്ടോ. ദോശ കിട്ടും. എന്താ ദോശ കിട്ടായി നമുക്ക് നോക്കാം. അപ്പൊ നിനക്ക് എന്നിട്ട് വേണ്ടേ? എന്തായാലും നല്ല വിശപ്പുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ദോശ. അപ്പൊ ചായ കുടിച്ചല്ലേ? ചായ കുടിച്ചത് വീഡിയോ എടുത്തില്ല എന്ന് വെച്ചിട്ട് നിനക്ക് വീണ്ടും വിശന്ന് തുടങ്ങിയ? ചായ കുടിച്ചത് എപ്പോഴോ ഒരു ഗ്ലാസ് ചായ മാത്രം വാങ്ങി തന്നിട്ടുള്ളൂ. എനിക്ക് പറഞ്ഞു കഴിഞ്ഞാലേ വണ്ടിയിലിരുന്ന് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വയറ് ഫുള്ളാക്കിയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പല പ്രോബ്ലംസ് ഉണ്ട്. വൊമിറ്റിംഗ് ടെൻഡൻസി, അതുപോലെ തന്നെ നമുക്ക് ഉറക്കം വരിക. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് മാത്രമല്ല ഇവിടെ കിട്ടിയിരിക്കണത് ഇത് ഇത്ര കുഞ്ഞ ചായ ഗ്ലാസ്സിലാണ് തന്നിരിക്കണേ. ഞാനൊക്കെ ഒരു കപ്പ് ചായ കുടിക്കുന്ന ആളാ. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല, പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് കിട്ടാൻ പോകുന്ന സംഭവങ്ങൾ എന്തൊക്കെയാന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ നീ ഇത് നോക്ക എന്തായാലും. അപ്പൊ ഞങ്ങളെ വല്ല തട്ടുകട ഉണ്ടോ എന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഉണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് ഇനി നമുക്ക് ബാക്കി കാര്യം പറയാം. അപ്പൊ ഇതേ നോക്കിയേ, ഞാൻ നോട്ടെ കേട്ടോ. ഒന്നും കാണാനില്ല, ആകെ ഒരു മൂകതയാണല്ലോ ഇവിടെ മൊത്തം. ചെറുതായിട്ട് ഇപ്പം മഴ ചാറിക്കൊണ്ടിരിക്കാന്നേ. ഇനിയൊന്നും കിട്ടില്ലേ? കിട്ടും, മേടിച്ചാൽ എന്തായാലും നീ നോക്കിയാ മതി. ഇന്നത് കടയാണോ? അല്ല, യാത്ര പുറപ്പെടും ചെയ്ത് തിന്നാനൊന്നും കിട്ടിയിട്ടില്ല, ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അതെ, ഞാൻ നിന്നോട് പോരുമ്പോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന നമ്മള് വേണമെങ്കിൽ ഒരു ഗ്യാസും അതേപോലെ തന്നെ ഒരു സ്റ്റൗവും ഒക്കെ കൈ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കരുത്. ഇപ്പോഴാണ് ചിന്തിക്കണേ. ആ ചിന്ത എന്തായാലും നല്ല ചിന്തയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പോകുമ്പോ പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ച് എഗ് ഓംലെറ്റ് ഇല്ല, നമുക്ക് അത് എഗ് ഓംലെറ്റ് കിട്ടുന്ന സ്ഥലമായാൽ മതിയല്ലോ, എവിടെയായാലും കുഴപ്പമില്ലല്ലോ. അപ്പോ നീ നോക്ക്, മുന്നിലേക്ക് നോക്ക്. ഫുഡ് റെഡിയായി. നീ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മേടിച്ചൊന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാർ കേൾക്കൂ. അത് കിട്ടും. അപ്പൊ ഞങ്ങൾ നോക്കട്ടെ. നടന്നു കാണാനുണ്ട് നന്നായിട്ട്. അതുപോലെ നല്ല കാറ്റാണ് അവിടെ, നല്ലൊരു അന്തരീക്ഷമാണ്. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. അപ്പം അതിൻ്റെയൊക്കെ ക്ഷീണമുണ്ട്, ഉറക്കം വരുന്നൊന്നുമില്ല. നടന്ന് കാലൊക്കെ ചെറുതായിട്ട് കാഴ്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തോന്നിട്ട് വിശപ്പുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങൾക്ക് ഗോവ. അതിന് മുന്നേ എന്നിട്ട് തിന്നാൻ കിട്ടണേ നോക്കട്ടെ കേട്ടാ. നൈറ്റ് ഡ്രൈവ് ചെയ്യാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. ഫസ്റ്റ് ടൈം നൈറ്റ് ഡ്രൈവ് ചെയ്യുന്നത്. കുറെ പേര് പേടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ.
നൈറ്റ് ഡ്രൈവ് ഇത് സേഫ് അല്ല. കപ്പിളായിട്ട് പോകുമ്പോ, ബാച്ചിലേഴ്സ് ആയിട്ട് പോകുമ്പോ തന്നെ പേടിക്കണം എന്നൊക്കെയാ പറയണേ. മഴ എന്താ കിട്ടിയേ? അയ്യോ, ബീഫും അപ്പം കിട്ടിയ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് ഒക്കെ കൂടി മതി 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 മതി. അയ്യോ, വീഡിയോയാണ്. അപ്പൊ ഞങ്ങളെ കഴിക്കട്ടെ, വിശന്നിട്ട് വയ്യ. ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കാര്യം. വെറും 80 റുപ്യ ആയിട്ടുള്ളൂ, ലാഭക്കച്ചവടമായി. അപ്പോൾ കുഴപ്പമില്ല, അതിനുള്ള ഫുഡുണ്ട്. അപ്പോൾ നീങ്ങാം നമുക്ക്. ഇനി എന്തോരം കിലോമീറ്റർ പോകണം ഓടിക്കാൻ, എവിടം വരെ ഓടിക്കും എന്നുള്ളത് അറിയില്ല. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറക്കം വരുമ്പോഴാണ്. ഇനി ഉറക്കം വരുമ്പോൾ അപ്പോൾ തന്നെ എവിടെയാണ് പറ്റിയ സ്ഥലം, ഒരു വെളിച്ചൊക്കെ കാണുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പമ്പ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 10 മിനിറ്റ് നിർത്തുക, അല്ലെങ്കിൽ ഒരു മണിക്കൂറോ അരമണിക്കൂറോ എത്ര സമയമാണ് ഉറങ്ങാനുള്ള ഒരു ടൈം, എത്ര സമയം കഴിഞ്ഞിട്ടാണ് എഴുന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എഴുന്നേറ്റ് പോവുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ വിളിക്കണ്ടേ, മോനെ വിളിക്കണത് പോലെ. അപ്പൊ ശരി കേട്ടോ. അപ്പൊ അങ്ങോട്ട് നീങ്ങാം, നമുക്ക് നീങ്ങാം. വാ, വഴി കണ്ടില്ലേ, കുഴപ്പമില്ല, നല്ല വഴിയാണ്. അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം നമുക്ക്. ഇനിയിപ്പോ ഉറക്കം വരുന്ന വരെ ഇതേപോലെയാണ്. ഇപ്പൊ നിങ്ങൾക്കൊന്നും കാണണ്ടാവില്ല, പിന്നെ ഇപ്പൊ വെറുതെ ഇത് ഓൺ ചെയ്ത് പിടിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതാ എന്തോ ഇനിയിപ്പോ ഒന്നും കാണാനൊന്നുമില്ല. നമുക്കിത് ഓഫ് ചെയ്യാം. എവിടെയാണ് ഇനി നമ്മള് വണ്ടീനെ എന്താ പറയാ ഒതുക്കാനും കിടക്കാനും ഉള്ള സമയം ആവണേന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് വീഡിയോ പിടിക്കാം, ഉറക്കം വരുന്ന സമയത്ത്.